പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ കൃതേ ജീവൻ സംസ്കൃതസ്യ കൃതേ യജൻ. ആത്മാനമാഹുതം മന്യേ വന്ദേ സംസ്കൃതമാതരം. നമസ്തേ, സുപ്രഭാതം. സർവേഭ്യഃ സംസ്കൃതദിനസ്യ ശുഭകാമനാഃ. ഇന്ന് ശ്രാവണമാസത്തിലെ പൗർണമി. ഈ സുദിനത്തിലാണ് നാം സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. എന്താണ് സംസ്കൃതം? സംസ്കരിച്ച് എടുത്ത ഭാഷയാണ് സംസ്കൃതം. ദേവഭാഷയാണ് സംസ്കൃതം. നമുക്കറിയാം, ആദ്യത്തെ ഗുരു നമ്മുടെ അമ്മയാണ്. സംസ്കൃത ഭാഷ മറ്റെല്ലാ ഭാഷകളുടെയും അമ്മയാണ് എന്ന് പറയുന്നു. എല്ലാ ഭാഷകൾക്കും ഗുരു തുല്യമാണ് സംസ്കൃതം. പൊതുവെ സംസ്കൃതം എന്ന് കേട്ടാൽ കഠിനമായ ശ്ലോകങ്ങൾ അടങ്ങിയത്, അല്ലെങ്കിൽ മനസ്സിലാകാത്ത ഭാഷ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ സംസ്കൃത ഭാഷയിലാണ്. ഉദാഹരണത്തിന് വിദ്യാലയം, മിത്രം, പാത്രം, പുസ്തകം, ഉപദേശം, സത്യം, ഇങ്ങനെ തുടങ്ങി ലക്ഷോപലക്ഷം വാക്കുകൾ നമുക്ക് സുപരിചിതമാണ്. ഈ ഭാഷ പഠിക്കുന്നതും പഠിപ്പിക്കുവാനും അവസരം ലഭിക്കുക എന്നത് മഹത് കാര്യമാണ്. വിദ്യാർത്ഥികളിലും പൊതുജന സമൂഹത്തിലും സംസ്കൃതം പ്രചരിപ്പിക്കുവാൻ ഈ സുദിനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ആധുനിക മാധ്യമങ്ങളിലൂടെ അനവധി ചലച്ചിത്ര ഗാനങ്ങൾ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. സംസ്കൃതത്തിൽ അനേകം ശാസ്ത്രങ്ങളുമുണ്ട്. ആയുർവേദം, ജ്യോതിഷം, യോഗ, വേദാന്തം എന്നിങ്ങനെ തുടങ്ങി നാം നോക്കിക്കാണുന്ന എല്ലാ കോണുകളിലും സംസ്കൃതം മാത്രം. ഇങ്ങനെ ഒരു സംസ്കൃതിയെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും സംസ്കൃത ദിനാശംസകൾ നേരുന്നു. ജയതു ഭാരതം, ജയതു സംസ്കൃതം. ധന്യവാദാः.